പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാവുന്നു. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ ആക്രമണം തുടരുന്നു. പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. സിറിക്, മിനാബ് ഉൾപ്പെടെയുള്ള ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു. നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇറാന്റെ പ്രധാന താവളങ്ങളെ ലക്ഷ്യമിടാനും സൈനിക നടപടികൾ ശക്തമാക്കാനും അമേരിക്ക തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ. ഇറാന്റെ അകാരണവും തുടർച്ചയായതുമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് സെൻട്രൽ കമാൻഡ് മറുപടി നൽകിയിട്ടുണ്ട്. US ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതായി ഇറാന്റെ പരമോന്നത സംയുക്ത സൈനിക കമാൻഡ് പ്രഖ്യാപിച്ചു. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്നതിനെ തടയുമെന്നും തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെ ലക്ഷ്യമിടുമെന്നും കമാൻഡ് മുന്നറിയിപ്പ് നൽകുന്നു. മേഖലയിലെ വിവിധ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാഴാകുമെന്ന ആശങ്കയാണ് ഇതോടെ ഉയരുന്നത്. സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്നതിന് ഇറാൻ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. US സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നിരുന്നു. 2 മാസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഈ ആഴ്ചയിൽ 3-ാം തവണയാണ് ഇരുപക്ഷവും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.